കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയാ ആയിരിക്കുകയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിലെത്രയും സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ ദിവസങ്ങളിലെല്ലാം യേശുനാഥൻ തൻ്റെ പ്രിയ ശിഷ്യന്മാരോട് അവർക്കായി വരാനിരിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. സഹായകനായ പരിശുദ്ധാത്മാവ് അവരുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർക്കുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചും അവർ എപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് സത്യാത്മാവ് നിങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നും ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്ന കർത്താവ്. ഇപ്രകാരം ചെയ്യുമ്പോൾ കർത്താവ് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തൻ്റെ പ്രിയ ശിഷ്യന്മാരുടെ ഭാവിയാണ്. യേശുവിന് അറിയാമായിരുന്നു ഇതിനു ശേഷം തന്നെ കാത്തിരിക്കുന്നത് പീഡാസഹനങ്ങളാണ്. ആ പീഡാസഹനങ്ങളിലൂടെയാണ് ഞാൻ ഈ ലോകത്തെ വീണ്ടെടുക്കേണ്ടത്, ഈ മാനവകുലത്തെ രക്ഷിക്കേണ്ടത്. ആ ഒരു ബോധ്യം എപ്പോഴും യേശുവിനുണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ ഒരു ആബ്സെൻസ് ഇവർക്ക് തീർച്ചയായും ഫീൽ ചെയ്യും എന്ന് തിരിച്ചറിയുന്ന യേശുനാഥൻ അതിനായി തൻ്റെ പ്രിയ ശിഷ്യന്മാരെ ഒരുക്കുകയാണ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയുവാൻ സാധിക്കും. തൻ്റെ പ്രിയ ശിഷ്യന്മാരെ 3 വർഷക്കാലം ഒരുക്കിയ കർത്താവ് ഒരിക്കൽ കൂടി അവരെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുകയാണ്. ഇത്രയും നാൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് നിങ്ങളുടെ മനസ്സുകളിൽ ഒത്തിരിയേറെ സംശയങ്ങളുണ്ടായിരിക്കാം. എന്നാൽ അതെല്ലാം പൂർത്തീകരിക്കപ്പെടാൻ പോവുകയാണ്. ആ സംശയങ്ങളെല്ലാം പരിഹരിച്ചു തരുവാൻ വേണ്ടി ഇതാ നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ വചനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സഹായകനായ പരിശുദ്ധാത്മാവ് സഹായകൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വായനയിൽ അത് സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ എന്ന രീതിയിലേക്ക് മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും എന്നാണ് യേശുനാഥൻ അവരോട് പറയുക. ഈ സത്യം എന്ന് പറയുന്നത് തീർച്ചയായും ക്രിസ്തുവാണ്. ക്രിസ്തുവാണ് സത്യം. ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്ന് എല്ലാവരുടെയും മുമ്പേ ഉറക്കെ പ്രഖ്യാപിക്കുവാൻ അവന് സാധിക്കുമെങ്കിൽ അവനാണ് സത്യം എന്ന ബോധ്യത്തിലേക്കാണ് സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ അവരെ ബോധ്യപ്പെടുത്തി അവരെ അതിലേക്ക് നയിക്കുക. ഒത്തിരിയേറെ കാര്യങ്ങൾ ഇനിയും എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുമ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ പോലും കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ഇവർക്ക് അത് ഉൾക്കൊള്ളുവാൻ സാധിക്കുമോ എന്ന ഒരു സംശയം കൂടി ഒരു പക്ഷേ യേശുവിൻ്റെ മനസ്സിലുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് സത്യാത്മാവ് വരുമ്പോൾ മറ്റു കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തും, അല്ലെങ്കിൽ സത്യത്തെക്കുറിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തുമെന്ന് കർത്താവ് പറയുക. പ്രിയമുള്ളവരെ, ആ ഒരു സത്യാത്മാവ് തീർച്ചയായും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ ആവശ്യമുള്ള ഒന്നാണ്. യേശുവിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ, യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ, യേശു നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഭവമായിട്ട് മാറണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ ഒന്നാണ് സത്യാത്മാവ്. ആ സത്യാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് യേശു പറഞ്ഞ ഓരോ വചനത്തിൻ്റെയും അർത്ഥങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക.
ഏത് സാഹചര്യത്തിലാണ് യേശുനാഥൻ ഈ വചനം പറഞ്ഞിട്ടുള്ളത്? ഈ വചനം എങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്? ഈ വചനം എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ വലിയ ശക്തിയായിട്ട് മാറുന്നത് എന്ന് തിരിച്ചറിയണമെങ്കിൽ തീർച്ചയായും സത്യാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരണം. സത്യാത്മാവ് കടന്നു വരുമ്പോൾ അവൻ സ്വമേധയല്ല സംസാരിക്കുന്നത് എന്നാണ് ഇന്നത്തെ വചനം പറയുക. മറിച്ച് ക്രിസ്തു എന്താണോ നമ്മോട് പറഞ്ഞത് അതിൽ നിന്നും ആണ് സത്യാത്മാവ് സംസാരിക്കുക. എന്നിൽ നിന്ന് എടുത്തുകൊണ്ടാണ് അവൻ സംസാരിക്കുക എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, അതിലൂടെ ആരെയാണ് കർത്താവ് ഈ സത്യാത്മാവ് മഹത്വപ്പെടുത്തുന്നത്? പുത്രനായ ദൈവത്തെ തന്നെയാണ്. പുത്രനായ ദൈവം എന്താണോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് നമ്മോട് പറഞ്ഞിട്ടുള്ളത് അത് വളരെ കൃത്യതയോടുകൂടെ നമുക്ക് പറഞ്ഞു തരുവാൻ ഈ സത്യാത്മാവിന് സാധിക്കും. കാരണം അവൻ എന്താണോ ആഗ്രഹിച്ചത് അതാണ് അവനിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കായിട്ട് സത്യാത്മാവ് വെളിപ്പെടുത്തുന്നത്. അതിനാൽ പ്രിയമുള്ളവരെ, ഈ സത്യാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയാണ് ഈ ദിവസങ്ങളെല്ലാം നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. പന്തക്കോസ്ത് തിരുനാളിൽ സത്യാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തുവാകുന്ന സത്യത്തെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തും. അവൻ ഇന്നും ജീവിക്കുന്നുവെന്നും അവനിലൂടെ നമുക്ക് രക്ഷ കൈവരിക്കുവാൻ സാധിക്കുമെന്നും അതുപോലെ നമ്മൾ വീണ്ടും ദൈവത്തിൻ്റെ മക്കളായി തീരുമെന്നും നമ്മളെ ബോധ്യപ്പെടുത്തുവാൻ സത്യാത്മാവിന് സാധിക്കും. സത്യാത്മാവ് കടന്നു വന്നപ്പോൾ ശിഷ്യന്മാരിലേക്ക് ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കാണുവാൻ സാധിക്കും. ഇന്ന് പൗലോസ് ശ്ലീഹ പോലും ആഥൻസിലെ ജനങ്ങളോട് എന്താണ് പറയുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ ഒരു അജ്ഞാത ദൈവം എന്നൊരു ബോർഡ് ഞാൻ കാണുന്നുണ്ട്. അതാണ് യഥാർത്ഥ ദൈവത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. നമുക്കെല്ലാം അറിയാം, നമ്മൾ ദൈവത്തിൽ വസിക്കുന്നു, ദൈവത്തിൻ്റേതാണ് നാം ഓരോരുത്തരും. ആ ഒരു ബോധ്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഞാൻ വസിക്കുന്നത് ദൈവത്തിലാണ്, ഞാൻ ദൈവത്തിൻ്റേതാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രവർത്തിക്കേണ്ടതും ദൈവത്തിൻ്റേതായ കാര്യങ്ങളാണ്. നമുക്ക് ഇഷ്ടമുള്ളവ ചെയ്യുവാൻ വേണ്ടിയല്ല, മറിച്ച് ദൈവം എന്നിൽ നിന്ന് എന്ത് ആഗ്രഹിക്കുന്നുവോ അത് ചെയ്യുവാനാണ് നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. ഇന്ന് ഈ ദിവ്യബലിയിൽ സംബന്ധിക്കുമ്പോൾ നമുക്ക് ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത് എന്ന് തിരിച്ചറിയുവാനും അതുവഴി ആ തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തേക്ക് ക്രമീകരിച്ച് ദൈവത്തിൻ്റേതായിട്ട് മാറുവാനും നമുക്കൊരോരുത്തർക്ക് പരിശ്രമിക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.